ISL 12 പതിപ്പിനൊരുങ്ങുന്ന ക്ലബ്ബുകൾക്ക് വെല്ലുവിളിയായി വിദേശ താരങ്ങളുടെ കൊഴിഞ്ഞുപോക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കം സൂപ്പർ ക്ലബ്ബുകളിൽ നിന്ന് വമ്പന്മാരാണ് പടിയിറങ്ങിയത്. ISL 12 പതിപ്പിന് 3 ആഴ്ച ശേഷിക്കെയാണ് ക്ലബ്ബുകൾക്ക് താരങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് തിരിച്ചടിയാകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒഡീഷ FC-യിൽ നിന്നും 3 താരങ്ങൾ വീതമാണ് ക്ലബ്ബുകൾ വിട്ടത്. ബ്ലാസ്റ്റേഴ്സിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നായകൻ അഡ്രിയാൻ ലൂണയും നോഹ സദോയും ലോൺ അടിസ്ഥാനത്തിൽ ഇന്തോനേഷ്യൻ ക്ലബ്ബിലേക്ക് ചേക്കേറിയപ്പോൾ ഈ സീസണിലേക്ക് ടീമിലെത്തിച്ച പോർച്ചുഗീസ് താരം തിയാഗോ ആൽബസുമായുള്ള കരാർ ബ്ലാസ്റ്റേഴ്സ് റദ്ദാക്കി. റോയ് കൃഷ്ണ, മൊർത്താസ ഫാൾ, അഹമ്മദ് ജാവോ എന്നിവരാണ് ഒഡീഷ വിട്ടത്. റോയ് കൃഷ്ണ ഫിജിയൻ ക്ലബിലേക്ക് മാറിയപ്പോൾ മൊർത്താസയും ജാവുവും ഫ്രീ ഏജന്റായാണ് ക്ലബ്ബ് വിട്ടത്. ബംഗളൂരു ആകട്ടെ വിദേശ താരമായ ഹോഗെ പെരേര ഡിയാസിനെ കൈവിട്ടു. ഇന്ത്യൻ താരമായ ഹാലിദ് നർസാരിയെ ലീഗ് ക്ലബ് ഡയമണ്ട് ഹാർബറിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ കൈമാറി. ഈസ്റ്റ് ബംഗാളിൽ നിന്ന് മുൻ ബ്ലാസ്റ്റേഴ്സ് താരം ഡയമണ്ട് കോസും പ്രതിരോധ താരം കെവിൻ സിബെല്ലയും ക്ലബ്ബ് വിട്ടു. സ്പാനിഷ് താരം ടിരിയെ മുംബൈ സിറ്റിയും ജോണി കൗക്കയെ ഇന്റർകാഷിയും കൈവിട്ടപ്പോൾ മുഹമ്മദ് കൈഫിനെ ഡൽഹിയും രാകേഷിനെ പഞ്ചാബും ലോണിൽ വിട്ടു. ഗോവയിൽ നിന്ന് ഐക്കറും ഇന്ത്യ വിട്ടു. ക്ലബ്ബുകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിലനിൽക്കെയാണ് പുതിയ സീസണിന് തുടക്കമാവുന്നത്. താരങ്ങളുടെയും മറ്റ് ക്ലബ് അംഗങ്ങളുടെയും വേതനമടക്കം പല ക്ലബ്ബുകളും വെട്ടിച്ചുരുക്കി. പ്രതിസന്ധികൾക്കിടയിലും പുതിയ സീസണിൽ എല്ലാ ക്ലബ്ബുകളും പങ്കെടുക്കുമെന്ന് അറിയിച്ച സാഹചര്യത്തിൽ ഉടനടി തന്നെ മത്സരക്രമം പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുകയാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.